കഴിയുന്നുണ്ട്. ഇത്തരം സ്നേഹിക്കുന്ന മനസ്സുള്ള മലയാളികൾ ഒരുപാടുണ്ട്. എല്ലാവരും കൈകോർത്ത് നിൽക്കുന്നു ആ വയനാടിന് വേണ്ടി. എത്രമാത്രം നമ്മൾ ദുർബലരാണ് എന്ന് തോന്നിപ്പോകുന്നു ഈ ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ. വയനാട്ടിൽ ആ ദുരന്ത മേഖലയിലെത്തിയപ്പോൾ അനുമോദനം സ്വാഭാവികമായും അത്തരം ഒരു ഫീൽ തന്നെ വന്നു കാണുമല്ലോ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമ്മളെ ഉള്ളിൽ വെക്കുന്നതാണ്. ഇവിടെ പലപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന ആരാണെന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ അവർക്ക് വേണ്ടി ഈ തിരയുന്നതും അവരൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്നതും. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ പോലും അവർ നമ്മുടെയൊക്കെ ആരെങ്കിലും ആയിരിക്കും. കാരണം അതാണല്ലോ നമ്മൾ മനുഷ്യത്വം എന്നുള്ളത്. ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ അതീവ സങ്കടം നിറഞ്ഞതാണ്. ഓരോ രക്ഷാപ്രവർത്തകനും തെരച്ചിൽ നടത്തുന്നതിൻ്റെ ശേഷമോ മുമ്പൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനടിയിൽ ഒരാളെ കണ്ടെത്തിയാൽ അവർക്കൊരു തരിയെങ്കിലും ജീവനുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നാണ്. ഒരിക്കലും ഒരു മൃതദേഹം പുറത്തെടുക്കാനല്ല ഞങ്ങളിതൊക്കെ ശ്രമിക്കുന്നത്. എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ജീവനുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കാനും എന്നുള്ള പ്രാർത്ഥനയോടെയാണ് എന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയാം, അത്തരത്തിൽ ഈ ഒരു ദുരന്തത്തെ അതിജീവിച്ച ആരെയും നമുക്കിവിടെ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് മണ്ണിനടിയിൽ നിന്നും കിട്ടിയിട്ടില്ല. അത്രമാത്രം വലിയൊരു പ്രകൃതിയുടെ താണ്ഡവം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെറിയ വാക്കുകളായി പോകും. അത്രയും വലിയ ആഘാതമാണ് ഈ ഒരു മേഖലയെ ഈ ഉണ്ടായിരിക്കുന്നത്. ഭൂപടത്തിൽ നിന്നില്ലാതെയാവുന്ന ഇടം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ് ഈ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പം നമ്മൾ ഒരു മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തിയെന്ന് തോന്നുന്നു. NDRF വളണ്ടിയേഴ്സ് ഒരു സ്ട്രക്ചറുമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് കണക്കാക്കാൻ പോലും കഴിയില്ല എൽദോ ഇവിടുത്തെ ഈ ഒരു തെരച്ചിലിൻ്റെ വിസ്തൃതി. കാരണം ദുരന്തം അത്രമാത്രം പല മേഖലകളിലും ഉണ്ടായതുകൊണ്ട് തന്നെ തെരച്ചിലും വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നെല്ലാം എന്തെല്ലാം ആരെയെല്ലാം കണ്ടെത്തുന്നു എന്നൊന്നും നമുക്ക് കണക്കാക്കാൻ പോലും കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. പിന്നീട് കാലാവസ്ഥ വലിയ ഒരു ഘടകമാണ്. ഇന്നലെ ഉച്ച മുതൽ കനത്ത മഴയായിരുന്നു. ഇവിടെ ഈ രക്ഷാപ്രവർത്തകർക്കൊന്നും ഇവിടെ നിൽക്കാൻ പോലും കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. നമ്മുടെ അരയ്ക്കൊപ്പം വരെ ചളി പലയിടത്തുമുണ്ട്. രക്ഷാപ്രവർത്തകർ വലിയ വടി, ഒരാൾക്ക് ഉയരമുള്ള വടിയും കോലും ഒക്കെ കയ്യിൽ കരുതി അത് മുന്നിൽ കുത്തി നോക്കി ആഴം എത്രയുണ്ട് എന്ന് ഉറപ്പാക്കിയാണ് നടക്കുന്നത്. നടന്ന് നീങ്ങാൻ കഴിയില്ല, വെഴുതി വീഴുന്ന സാഹചര്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും വീണുപോയി. ഇപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ പരിക്കുകൾ നിരവധിയാണ്. കാരണം ഇവിടെ അത്രമാത്രം ദുഷ്കരമായ ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. ആ ഒരു ഇടത്ത് നിന്നാണ് ഈ രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഈ ശേഷിപ്പുകൾക്ക് വേണ്ടി കഴിയും വിധം തെരച്ചിൽ നടത്തുന്നതും അവരെ ഒരിക്കലും കാണാത്ത, ഇനി ഒരിക്കലും കാണുകയും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടതയെല്ലാം സഹിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്കെല്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യത്വം, സഹജീവി സ്നേഹം. അത് മാത്രമാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത്. നമ്മളിന്ന് രാവിലെ കണ്ട പലരോട് സംസാരിക്കുമ്പോൾ ഈ കോട്ടയത്ത് നിന്നും അതേപോലെ തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരുണ്ട്. അവരൊക്കെ സ്വന്തം വീട്ടിൽ സുരക്ഷിതരായിട്ട് ഇരിക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ളവരാണ്. എന്നിട്ടും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇടത്ത് ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാതെ പരിക്കുകളും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടും അവരെത്തിയെങ്കിൽ അതിൻ്റെ പേര് മനുഷ്യത്വം എന്നല്ലാതെ മറ്റൊന്നുമല്ല. അത് നാളെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു സാഹചര്യം വരും എന്ന തോന്നലുള്ളത് കൊണ്ടും നമ്മളെല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ മുന്നൊരുക്കം മാനസികമായിട്ട് നടത്തണം എന്നുള്ളത് കൊണ്ടും ഇതൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകം എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മറക്കാനും അല്ലെങ്കിൽ അതിനെ മറികടക്കാനും പ്രേരിപ്പിക്കുന്നത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഈ ഒരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഈ കാഴ്ചകളൊക്കെ പകർത്തി ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്നത്. കാരണം ഇവിടെ എത്താൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു ഒറ്റപ്പെട്ടു പോയ ആളുകളെ ചേർത്ത് പിടിക്കലാണ്. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ അവസ്ഥയും മനസ്സിലാക്കി അവരൊക്കെ ഈ നാടിനൊപ്പം നിൽക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളും
ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നതും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നതും. അപ്പോൾ നമ്മളുടെ മാനസികാവസ്ഥയൊക്കെ ഇവിടെ പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. ഇതൊരു ദുരന്ത ഭൂമിയാണ്, സമാനതകളില്ലാത്ത ദുരന്തം നടന്ന ഒരിടമാണ്. അപ്പോൾ ആ ഇടം അത് വീണ്ടെടുപ്പിനും അപ്പുറത്താണ്, വീണ്ടെടുപ്പുകൾക്കൊക്കെ അപ്പുറത്താണ് ഈ ഒരു മേഖലയിലുണ്ടായ നാശവും അതിൻ്റെ നഷ്ടവും ഒക്കെ. എങ്കിലും നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മനസ്സിനൊപ്പം അല്ലെങ്കിൽ അവരുടെ ആത്മാവിനൊപ്പം അതിനൊപ്പം നിൽക്കണം എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നാം ചിന്തിക്കുന്നത്. എൽദോ? ഉറപ്പായും അത് തന്നെയാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹവും. ഒരു ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം അവിടെ മനസാക്ഷിയിൽ വലിയ നോവ് അനുഭവിക്കുന്നു എന്നുള്ളത് ഏതൊരാളുടെയും വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. അത് രക്ഷാപ്രവർത്തനത്തിലുള്ളവർക്കാണെങ്കിൽ പോലും, മാധ്യമപ്രവർത്തകർക്കാണെങ്കിൽ പോലും, അത് സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും അത് കണ്ടു നിൽക്കാൻ പ്രയാസകരമാണ് ദൃശ്യങ്ങൾ വരുമ്പോൾ. ഞാൻ ഷബീറിലേക്ക് ഇന്ന് പോവുകയാണ്. ഷബീർ, അതിനു മുമ്പ് ഇപ്പോൾ കാണാം നമുക്ക് മറ്റൊരു മൃതദേഹം അവിടെ വീണ്ടെടുത്തത്. ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ആ മൃതദേഹവുമായിട്ടാണ് രക്ഷാദൗത്യം നടത്തുന്നവർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 3-ാം ദിവസമാണ്. വലിയ തോതിൽ ആ മൃതദേഹമൊക്കെ അടുക്കിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ നേരിട്ട് കാണിക്കുക അതിന് പ്രയാസകരവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നമ്മൾ സൂം ചെയ്ത് കാണിക്കുക അതിന് ശ്രമിക്കുന്നില്ല, തുനിയുന്നുമില്ല. നല്ല കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ പുരോഗമിക്കുന്നു. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ. അവിടെ മുണ്ടക്കൈ ഭാഗത്താണ് ഇപ്പോൾ ആ രക്ഷാദൗത്യം. മുണ്ടക്കൈയിലേക്ക് എത്തിച്ചേരാൻ തന്നെ ഇന്നലെ മാത്രമാണ് സാധിച്ചത്. ഇനിയും ഒരുപാട് വീടുകളിലേക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ അനുമോദ് സൂചിപ്പിച്ചത്. അതായത് ആ മണ്ണൊലിച്ചെത്തിയ, ഉരുൾപൊട്ടിയെത്തിയ ആദ്യ ഭാഗങ്ങളിൽ തകർന്നു കിടക്കുന്ന വീടുകളിലേക്ക് അങ്ങോട്ടേക്ക് കടക്കുക പ്രയാസകരമാണ്. ചെളിയാണ്, റോഡില്ല. അപ്പോൾ രക്ഷാദൗത്യം അതിലേർപ്പെട്ടിരിക്കുന്നവർക്ക് മുന്നോട്ട് പോകുന്ന വലിയ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രയാസങ്ങളൊക്കെ മറികടന്ന് അവർ ഓരോരോ ഇടങ്ങളിലേക്കായി എത്തുന്നു. ഇതുപോലെ മണ്ണിൽ അമർന്നു കിടന്ന അതൊരു സഹോദരനോ സഹോദരിയോ ആരുമാകട്ടെ അവരെ വീണ്ടെടുക്കുകയാണ് രക്ഷാപ്രവർത്തകർ. മറ്റൊരു മൃതദേഹം കൂടി കൊണ്ടുപോകുന്ന അതിസങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് മുണ്ടക്കൈ ഭാഗത്തു നിന്ന്. മുണ്ടക്കൈയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. ഞാൻ ഷബീറിലേക്ക് പോകുന്നു. ഷബീർ അവിടെ ക്യാമ്പിലാണുള്ളത്. മേപ്പാടി ഭാഗത്താണെന്നാണ് എൻ്റെ വിശ്വാസം. ഷബീർ മേപ്പാടിയിലാണ് ഉള്ളത്. അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഉള്ള ആളുകൾ ഒക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? ആ സങ്കടത്തിൽ നിന്ന് ഇനിയും കരകയറാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നുറപ്പാണ്. എങ്കിൽ പോലും അവർ അതിനെ ഉൾക്കൊണ്ടോ ഇതിനോടകം?